ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇപ്പം നമ്മൾ വന്നേക്കുന്നത് ആദ്യം ഒരു കനാലിൻ്റെ വീഡിയോ കാണിച്ചില്ലായിരുന്നു. അത് ചെറിയ കനാലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ മെയിൻ വലിയ കനാലിലേക്കാട്ടോ. ഇത് തിരിച്ചാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണാം. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ തന്നെ മെയിൻ റൂട്ടിൽ നിന്ന് തന്നെ കേട്ടോ ഈ യാത്രയും തുടങ്ങുന്നത്. മെയിൻ റോട്ടിൽ നിന്ന് ഇതേ ബസ് പോകുന്നുണ്ടോ, അതാണ് മെയിൻ റോഡ്. ആ വഴിക്ക് കുറച്ചും കൂടെ ഇറങ്ങി വന്നപ്പോഴാണ് ബസ് കണ്ടത്. അപ്പോൾ അതൊന്ന് എടുത്തതാണ്. അപ്പം ഈ വഴിക്കേക്കൂടെ ഇതും ഒരു വീട്ടിലേക്ക് പോകുന്ന വഴി തന്നെയാണ് കേട്ടോ. പ്ലെയിൻ സ്ഥലം കാണുന്നത് അത് റബ്ബർ തോട്ടമായിരുന്നു. അപ്പോൾ അവിടെ വീട് പണിയാൻ വേണ്ടിയിട്ട് തോട്ടങ്ങൾ പ്ലെയിൻ ആക്കിയതാണ്. മീൻസ് റബ്ബറൊക്കെ വെട്ടിയതാണ്. രണ്ട് സൈഡിലും റബ്ബർ തോട്ടങ്ങളായിരുന്നു. അതിൻ്റെ നടുക്കേ കൂടിയാണ് ഈ വഴി പോണേ. അപ്പോൾ ഇപ്പം ഞാനും ബെൽവിനും പിള്ളേരുകളുണ്ട്. അവരെ കണ്ടോ ഫ്രണ്ടിലോട്ട് പിള്ളേരുകൾ പോകുന്നുണ്ട് വലിയ കനാല് കാണാൻ വേണ്ടിയിട്ട്. അവർ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പോയതാണ്. റബ്ബർ തോട്ടത്തിൻ്റെ ഇത് കഴിഞ്ഞ് പിന്നെ ജാതിയും തേക്കൊക്കെ കേട്ടോ. നമ്മളപ്പം ആ വഴി കഴിഞ്ഞ് എത്താറായിക്കൊണ്ടിരിക്കുക കേട്ടോ ആ വീട്ടിലോട്ട്. സൈഡിൽ കൂടെ ചെടി പിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ പോയാൽ മതിയാ വീട്ടിലേക്ക്. അപ്പം അതേ നടക്കല്ല് കണ്ടോ. ബെൽവിൻ എൻ്റെ മേളിൽ കയറി ഒന്ന് നോക്കിയതാ നടക്കല്ല്. അവൻ ആദ്യമായിട്ടൊക്കെ ആയിട്ട് ഇങ്ങനത്തെയൊക്കെ കാണുന്നേ. സൈഡിൽ കൂടെ നിറയെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ നമ്മൾ വന്ന വഴി. കുറച്ച് പേരെ തൊഴുത്തിൽ കുറച്ച് പേരെ കണ്ടു. എവിടെ ചെന്നാലും പശുക്കളെയൊക്കെ എല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ കിടാവും ഉണ്ട്. ഇത് കണ്ടോ, ക്യാമറ എടുത്തോട്ട് വന്നപ്പോൾ അത് പേടിച്ചു പോണേ കാണുന്നേ. അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങ് പോരുവാണ്. ഈ വീടിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ താഴത്തോട്ട് ഇറങ്ങി ചെല്ലുന്നത് ഒരു പാടത്തേക്കാട്ടോ. പാടത്ത് ഇപ്പോൾ കൃഷികളൊന്നുമില്ല, മീനൊക്കെ വളർത്തുന്നുണ്ട് അവിടെ. അത് അണ്ടർട്ടിന്, അതാണ് ആ തോടിൻ്റെ പേരാണ്. അത് ശരിക്കും കനാലിൻ്റെ അടിയിൽ കൂടി കേട്ടോ ഈ തോട് വന്നേക്കുന്നത്. ഇതിൻ്റെ മറുഭാഗം ഞാൻ ഇപ്പോൾ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതും ക്രോസ് ചെയ്ത് നമുക്ക് പോകണം. ഇത് ബെൽവിൻ മീനെ കണ്ടുകൊണ്ട് മീനെ തോണ്ടണമെന്നാട്ടാ കാണുന്നത്. കുറേ പരലുകൾ കുറേ ഉണ്ട്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഇത് മുള്ളുമ്പഴം. ഞങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് മുള്ളുമ്പഴം. ഇതിനകത്ത് ഈ മുത്തു പോലെ ചെറിയ കായകളുണ്ടാവും. അത് പഴുത്ത് കഴിയുമ്പോൾ കഴിക്കാൻ നല്ലതാണ്. അതൊക്കെ ഒരു നൊസ്റ്റാൾജി അല്ലേ. ഇത് പാടങ്ങളാട്ടോ. പാടം കഴിഞ്ഞ് മേളിലേക്ക് കയറിയിട്ട് വേണം കനാല്. ഇത് അണ്ടർട്ടിനിൻ്റെ ഒരു സൈഡ് ഭാഗമാണ്. അങ്ങനത്തെ ഉണ്ട് അതങ്ങോട്ട്. ഇത് മീൻ വളർത്തണ പാടത്ത് തന്നെ മീൻ വളർത്തണതാണ്. രണ്ട് സൈഡിലും ഉണ്ട് മീൻ വളർത്തണേ. അത് കഴിഞ്ഞ് നമ്മൾ കനാലിൻ്റെ മേളിലേക്ക് കയറുകയാണ്. നിറയെ കാടുകളാണ് അവിടെ ഇവിടെയൊക്കെ. കണ്ടോ പാലം കണ്ടോ, കനാലിൻ്റെ കുറുകെയുള്ള പാലാണത്. അത് രണ്ട് സൈഡിൽ കൂടെ വഴികളുണ്ട് കേട്ടോ കനാലിൻ്റെ. ഒരു സൈഡിൽ കൂടെ രണ്ട് സൈഡിൽ കൂടെ വണ്ടികളൊക്കെ പോവും. ഷോർട്ട് കട്ട് ഭൂതത്താൻകെട്ടിന്ന് നേരെ എന്താണ് നെല്ലിക്കുഴി അല്ലല്ലോ, എന്തോ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്കൊക്കെ പോവാം. ഇതാണ് കനാല്. നല്ല വീതിയുണ്ട്, താഴ്ചയുണ്ട് കനാലിന്. കണ്ട രണ്ട് സൈഡിൽ കൂടെ പുല്ല് കണ്ടോ. ഇത് പുക, മറ്റേ ആ സൈഡിൽ റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുക പോണതാണ് കാണിക്കുന്നത്. അതൊരു കടവാട്ടോ, ആൾക്കാർക്ക് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട്. പണ്ട് ഞങ്ങളും കുളിച്ചുകൊണ്ടിരുന്നത് എവിടെയാണ്. അതൊരു കമ്പനിയുടെ ബോർഡാട്ടോ കാണുന്നത്, കൊക്കോ കമ്പനി. അത് കഴിഞ്ഞ് നേരെ ഞങ്ങളുടെ നൊസ്റ്റാൾജിയ ഫീൽ തരുന്ന കുളിക്കടവിലേക്ക് ഞങ്ങൾ വെറുതെ കുറച്ച് നേരം അവിടെ ഇരുന്ന് നോക്കിയതാ. മീനുണ്ടോയെന്ന് ചോദിക്കണതാ ബെൽവിനത്. കണ്ടതേ നിറച്ച് മീനുകളെ. കാലങ്ങട് താത്തി വെച്ചപ്പോഴത്തേക്കും നിറയെ മീനുകൾ വന്നു. അവർക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നതെന്ന് വിചാരിച്ച്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഈ അണ്ടർട്ടിനിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇതൊരു കൊക്കോ കമ്പനിയുടെ ബാക്കി ഭാഗമാട്ടോ അത്. കണ്ടോ, ഇതാണ് അണ്ടർട്ടിനിൻ്റെ മറു സൈഡ്.
ഈ സൈഡിലും മീനുകളെ വളർത്തുന്നുണ്ട്. കണ്ട ബൽവിനൊക്കെ അവിടെ പോയി നിന്ന് നോക്കുക. അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ പോയപ്പോൾ. ഇനിയിപ്പോൾ നമ്മൾ ചെറിയ കനാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര ലെങ്തി വീഡിയോ ആട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ ഞങ്ങളിങ്ങ് പോണ ഭാഗങ്ങൾ സീനറികൾ കുറേ കട്ട് ചെയ്യണ്ട. റോഡ് പണി നടക്കണതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കട്ട് ചെയ്തു. പിന്നെ ഇതെന്താണെന്നറിയാമോ, ഇത് പൂച്ചപ്പഴം. ഇതും പണ്ട് തൊട്ട് ഞങ്ങൾ കഴിക്കുന്ന ഒരു പഴം തന്നെയാണ്. പൂച്ചപ്പഴം എന്നാണ് അതിന് പറയുന്നത്. വേറെ നാട്ടിൽ എന്തെങ്കിലും പറയുമോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ നമ്മളാ കനാലിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് വന്നു. ചെറിയ കനാൽ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് വന്നു. കണ്ടോ, പിള്ളേരുകളൊക്കെ കുളിക്കുന്നുണ്ട് ഇഷ്ടം പോലെ. ഇത് രണ്ടാമത്തെ പാലാണ്. ഈ സ്റ്റാർട്ടിങ് പോയിന്റിൻ്റെ കുറച്ച് വോയിസ് എടുത്തതാണ്. ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് അവിടെയും കണ്ട് 2 കൂട്ടുകാരെ. അവരുടെ വീഡിയോസ് എടുത്തു. വൈകുന്നേരം തീറ്റയൊക്കെ കഴിഞ്ഞ് മടങ്ങി പോണതാണ് വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.